സദസ്സിന് വന്ദനം. എന്റെ പേര് പ്രിയ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് മോണോ ആക്ട് ആണ്. തെരുവുനായ്ക്കളുടെ ആക്രമണത്താൽ ഒരു പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ജീവനോടെ ഇല്ല എന്ന ഒരു മോണോ ആക്ട് ആണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മീനു, 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 എന്താ മോളെ? ആന്റി, ഇത് മീനുവിന് കൊടുക്കണേ. കുറച്ച് മിഠായി എന്റെ അച്ഛൻ കൊടുന്നതാ. ആ കൊടുക്കാട്ടോ മോളെ. നിങ്ങൾ ഒരുമിച്ചല്ലേ സ്കൂളിലേക്ക് പോണത്? ആ ആന്റി, മീനുവിന്റെ കുളി കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് വരൂട്ടോ. ആ വിടാട്ടോ. മീനു, മീനു, എന്റെ കുളി കഴിഞ്ഞില്ലേ ഇതുവരെ? ആ അമ്മ, എന്റെ കഴിഞ്ഞ്. എന്താ? എന്നാ നിനക്ക് പൊന്നൂസ് വന്ന മിഠായിയാ. ഓളുടെ അച്ഛൻ കൊടുക്കാൻ പറഞ്ഞതാ. ആ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓളുടെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് മിഠായി തരണമെന്ന്. എന്ത്? നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു സാധനവും നമ്മൾ ചോദിച്ചു മേടിക്കാൻ പാടില്ല. നമ്മൾ ഇങ്ങോട്ട് തരുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ആ അമ്മേ, ഞാനിനി അങ്ങനെ ചെയ്തോളാം. ഈ ചായ വായോ? ആ വായോ, ഡൈനിങ് ഹാളിൽ ഇരിക്കും, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇതാ നിന്റെ ചായ. ആ അമ്മേ. നിന്റെ ബാഗിലെ ബുക്കൊക്കെ എടുത്ത് വെച്ചില്ലേ? ആ അമ്മേ, നമ്മുടെ ബാഗ് വെക്കാട്ടോ. ആ അമ്മ, ഞാൻ പോയിട്ടാ. ടാറ്റാ. പൊന്നൂസേ, പൊന്നൂസേ. ആ മോളെ, മീനു വന്നോ? പൊന്നു, പൊന്നു, ഇതാ മീനു വിളിക്കുന്നുണ്ട്. ആ അമ്മേ, ഞാൻ ഇപ്പൊ വരാം. അമ്മേ, ഞങ്ങൾ പോയിട്ടോ. ടാറ്റാ. വാ മീനു. എന്ത് പറ്റി പൊന്നൂസേ? എടി, എന്റെ കാല് വെക്കി നല്ല വേദനിക്കുന്നുണ്ട്. നീ ഇവിടെ ഇരിക്ക്, ഞാനിപ്പോൾ വരാം വെള്ളം എടുത്തിട്ട്. ഇവിടെ കെടുത്തിക്കോളൂ. പറ്റുമോ? മോള് ഒരു പേടിയും പേടിക്കേണ്ട കേട്ടോ. കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ചോ? ഇല്ല. ഞാൻ ജോലിക്ക് പോകുമ്പോൾ തെരുവ് നായ്ക്കളെ കുട്ടി ആക്രമിക്കുന്നത് കണ്ട് ഈ കുട്ടിയുടെ കൂട്ടുകാരി എന്നെ വിളിച്ചതാ. എന്നാൽ മാതാപിതാക്കളെ അറിയിക്കും കേട്ടോ. ആ ആന്റി, ഞാൻ പറഞ്ഞു തരാം പൊന്നൂസിന്റെ വീട്. പോയോ ആന്റി? ആന്റി, ആന്റി, എന്താ മീനു? ഇതാരാ? അതെ, ഞാൻ ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ കുട്ടിയെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചു. അയ്യോ, എന്റെ കുട്ടിയെ. നിങ്ങള് ഗുരുതരമായ പരിക്ക് വെച്ചിട്ടുണ്ട്. രാമോട്ടാ, രാമോട്ടാ, എന്റെ കുട്ടിയെ രക്ഷിക്കണം. വായോ. ഡോക്ടറെ, ഡോക്ടറെ, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? കുട്ടിയെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചതാ. എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റുമോ? നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. ഞങ്ങൾക്ക് പരമാവധി ഞങ്ങൾ ശ്രമിക്കാം. രാമോട്ടാ, എന്താണ് എന്റെ കുട്ടി? നീ പേടിക്കണം, നീ ഇവിടെ ഇരിക്ക്. ഡോക്ടറെ, ഡോക്ടറെ, ഡോക്ടറെ. രാമോട്ടാ, ഇതെന്താ വിളി കേൾക്കാത്തത്? എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? നീ ഒരു പേടിയും പേടിക്കേണ്ട. അതെ, പൊന്നൂസിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആ ഡോക്ടറെ, ഞങ്ങളുണ്ട്. എന്ത്? അതെ, ഈ ലിസ്റ്റിലുള്ള മരുന്നും 2 സിറിഞ്ചും പുറത്തുനിന്നുണ്ട് കേട്ടോ. മേടിച്ചിട്ട് വരണേ. ഡോക്ടറെ, ഡോക്ടറെ, ഇതാ മരുന്നുകൾ. ഓക്കെ കേട്ടോ, ഇവിടെ ഇരിക്കൂ. ഇതങ്ങോട്ട് വെക്കോ കേട്ടോ. രാമോട്ടാ, എന്റെ കുട്ടി, നീ ഒരു പേടിയും പേടിക്കേണ്ട. ദൈവം നമ്മളുടെ കൂടെ ഉണ്ട്.
നീ ഇവിടെ ഇരിക്കേ, ഞാൻ ഫാർമസി പോയിട്ട് ഡോക്ടറുടെ ബില്ലും ഹോസ്പിറ്റൽ ചാർജും ഒക്കെ അടച്ചിട്ട് വരാം. അതെ, പൊന്നൂസിന്റെ അവിടെ ആരെങ്കിലും ഉണ്ടോ? ആ ഡോക്ടറെ, ഞാനുണ്ട്. എന്താ? അതെ, നിങ്ങളുടെ ഈ സ്ഥിതിയിൽ എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. നിങ്ങളുടെ മോളെ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അയ്യോ, എന്റെ മോള് രാമേട്ടാ. എന്താ എന്താ ഡോക്ടറെ, എന്താ ഇത്? നിങ്ങളോട് എങ്ങനെ പറയണമെന്നറിയില്ല. ഞങ്ങൾ നിങ്ങളെ മോളെ പരമാവധി ശ്രമിച്ചു, ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അയ്യോ ദൈവമേ, നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഞങ്ങൾ പോയത്. രാമേട്ടാ, എന്റെ കുട്ടി പോയില്ലേ? ഇവിടെ ഇരിക്ക്. അതെ, കുട്ടിയെ വേണമെങ്കിൽ വന്ന് കാണാം. എവിടെ എന്റെ കുട്ടി? ഇതാ മോളെ, എന്റെ പൊന്നൂസേ, നീ എനിക്ക് എന്താ പറ്റിയത്? എന്റെ മോളെ. രാമോട്ടാ, നിങ്ങൾ എന്താ കുട്ടി അടിച്ച പോലെ നിൽക്കുന്നത്? നിങ്ങളെ സ്വന്തം മോളല്ലേ കിടക്കുന്നത്? എനിക്ക് എന്റെ മോളെ കാണാൻ ശേഷിയില്ല. എന്തായാലും നമ്മൾ പെറ്റ് നോറ്റ് വളർത്തിയ കുട്ടിയല്ലേ ഇവൾ. നമ്മളൊന്ന് കാണണ്ടേ? നീ കണ്ടോ? എനിക്ക് കാണാൻ വയ്യ. പൊന്നൂസേ, പൊന്നൂസേ, നിന്റെ മീനുവാ വിളിക്കുന്നത്. വിളി കേൾക്ക്. പൊന്നൂസേ, നിന്റെ അമ്മയല്ലേ? എന്റെ കുട്ടിയെ കൊന്നവൻ ആരായാലും അവനെ ഞാൻ കൊല്ലും. എന്റെ കുട്ടിയില്ലാത്ത ഈ ഭൂമിയിൽ ഞാനില്ല. എന്റെ കുട്ടിയില്ലാത്ത ഭൂമിയിൽ ഞാൻ എന്തിനാ? നീ മുട്ടാതിരിക്കാൻ അവിടെ. നീ എന്തിനാ ഇങ്ങനത്തെയൊക്കെ പറയുന്നത്? പിന്നെ രാമോട്ടാ, എന്റെ കുട്ടീനെ കൊന്ന തെരുവ് നായ്ക്കളെ എനിക്ക് കൊല്ലണം. നമുക്ക് പോലീസിനെ വിളിക്കാം. പോലീസ് വന്നുകൊണ്ടോ? ഒരു പോലീസും വേണ്ട, ഒരു പട്ടാളവും വേണ്ട. എന്റെ കുട്ടിയെ കൊന്ന തെരുവ് നായ്ക്കളെ ഞാൻ തന്നെ കൊല്ലും. നീ ഇവിടെ ഇരിക്കും. നമ്മൾ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇവിടെ ഒന്ന് ഇരിക്കും. എനിക്ക് ഇരിക്കാൻ വയ്യ. നമ്മുടെ സമൂഹത്തിൽ തെരുവുനായ്ക്കളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണവുമൊക്കെ നിക്ഷേപിക്കാൻ നമ്മൾ പുറത്തു കളയാൻ പോകുമ്പോൾ അവ അത് തിന്നാനായി വരും. അപ്പോൾ അവയിൽ ഏതെങ്കിലും ഒരാൾ നമ്മൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. നമ്മളുടെ ജീവൻ നമ്മളുടെ കയ്യിലാണ്. നന്ദി, നമസ്കാരം.